നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സംസാര ഭാഷയിൽ നമുക്ക് എപ്പോഴും സംശയമുള്ള അല്ലെങ്കിൽ ഓർ എന്ന വാക്ക് എങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നാണ്. ഓർന്നില്ലേ, അല്ലെങ്കിൽ അർത്ഥം വരുന്ന അതെങ്ങനെ ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാന്ന് നമ്മൾ പഠിക്കുക. ചെയ്യണോ വേണ്ടയോ, സ്വന്തം സംശയം ചോദിക്കുമ്പോൾ ചെയ്യണോ വേണ്ടയോ, നമ്മൾ സ്വന്തം ചോദിക്കട്ടില്ല ഒരു കാര്യം, ചെയ്യണോ അതോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ യാ നഹി എന്ന് ചേർക്കണം. യാ നഹി എന്ന് ചേർക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് ചെയ്യണോ വേണ്ടയോ, മേ യഹ് കരു യാ നഹി, മേ യഹ് കരു യാ നഹി, ഞാനിത് ചെയ്യണോ വേണ്ടയോ, നമ്മൾ സ്വയം ചോദിക്കില്ല ഇത് ചെയ്യണോ വേണ്ടയോ. ഞാൻ പോകണോ വേണ്ടയോ, മേ ജാവു യാ നഹി, മേ ജാവു യാ നഹി, ഞാൻ പോകണോ വേണ്ടയോ. ഞാൻ വരണോ വേണ്ടയോ, വരണ്ടയോ ഉള്ള അർത്ഥം മേ ആവു യാ നഹി, മേ ആവു യാ നഹി, വരണോ വേണ്ടയോ. ഞാൻ പറയണോ വേണ്ടയോ, മേ ബോലു യാ നഹി, മേ ബോലു യാ നഹി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കഴിക്കണോ അതോ വേണ്ടയോ, മേ കാവു യാ നഹി, മേ കാവു യാ നഹി. അടുത്തത് ചെയ്യുമോ ഇല്ലയോ, മറ്റൊരാളോട് ചോദിക്കുമ്പോൾ ചെയ്യുമോ ഇല്ലയോ, നീ ഇത് ചെയ്യുമോ അതോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് ചോദിക്കാൻ എങ്ങനെയാ പറയാന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് ചെയ്യുമോ ഇല്ലയോ, ആപ് യഹ് കരേങ്കെ യാ നഹി, ആപ് യഹ് കരേങ്കെ യാ നഹി, നിങ്ങൾ ഇത് ചെയ്യുമോ ഇല്ലയോ. നീ വരുമോ ഇല്ലയോ, തും ആവോगे യാ നഹി, തും ആവോगे യാ നഹി, നീ വരുമോ ഇല്ലയോ. ആവോगे വരുമോ. നീ പോകുമോ ഇല്ലയോ, തും ജാവോगे യാ നഹി, തും ജാവോगे യാ നഹി, നീ പോകുമോ ഇല്ലയോ. നീ തരുമോ ഇല്ലയോ, തും ദോगे യാ നഹി, തും ദോगे യാ നഹി, നീ തരുമോ ഇല്ലയോ. നീ പറയുമോ ഇല്ലയോ, തും ബതാവോगे യാ നഹി, തും ബതാവോगे യാ നഹി, നീ പറയുമോ ഇല്ലയോ. ബതാവോगे പറയുമോ. പേരുകൾക്കിടയിൽ അല്ലെങ്കിൽ ചോയ്സ് ബിറ്റ്വീൻ നെയിംസ്, പേരുകൾക്കിടയിൽ അല്ലെങ്കിൽ വരുമ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. രണ്ടു പേരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ പേരുകൾക്കിടയിൽ യാ ചേർത്താ മതി. രണ്ടു പേര് പറയുമ്പോൾ അതിൽ പേരുകൾക്കിടയിൽ യാ എന്ന് ചേർത്താ മതി. രാം അല്ലെങ്കിൽ ശ്യാം അവിടെ പോകും. രാം യാ ശ്യാം വഹാം ജായേഗ, രാം യാ ശ്യാം വഹാം ജായേഗ. അച്ഛൻ അല്ലെങ്കിൽ അമ്മ വരും. പാപ്പ യാ മമ്മി ആയേങ്കെ, പാപ്പ യാ മമ്മി ആയേങ്കെ. രവി അല്ലെങ്കിൽ രാജു വിളിക്കും. രവി യാ രാജു ഫോൺ കരേങ്കെ, രവി യാ രാജു ഫോൺ കരേങ്കെ. രവി അല്ലെങ്കിൽ രാജു വിളിക്കും. ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ഉണ്ടാകും. ഡോക്ടർ യാ നേഴ്സ് ഹോങ്കെ, ഡോക്ടർ യാ നേഴ്സ് ഹോങ്കെ. അവിടെ ഡോക്ടറോ നേഴ്സോ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറയാം. നീ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യണം. തും യാ മേ യഹ് കരേങ്കെ, തും യാ മേ യഹ് കരേങ്കെ, നീ അല്ലെങ്കിൽ ഞാനിത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീലിംഗം ഉപയോഗിക്കുമ്പോൾ ജെൻഡർ ബേസ് എങ്ങനെയാ നമുക്ക് നോക്കാം. സ്ത്രീലിംഗം ഉപയോഗം, സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ വാചകം ആയേഗി അല്ലെങ്കിൽ കരേഗി എന്ന് അവസാനിപ്പിക്കണം. ഈ ശബ്ദത്തിൽ അവസാനിപ്പിക്കണം എന്നാ പറയുന്നത്. ഗീത അല്ലെങ്കിൽ സീത വരും. ഗീത യാ സീത ആയേഗി, ഗീത യാ സീത ആയേഗി. റീന അല്ലെങ്കിൽ മീന പാടും. റീന യാ മീന ഗായേഗി, റീന യാ മീന ഗായേഗി. റീനയോ അല്ലെങ്കിൽ മീനയോ പാടും. അമ്മ അല്ലെങ്കിൽ ചേച്ചി വരും. മമ്മി യാ ദീദി ആയേങ്കി, മമ്മി യാ ദീദി ആയേങ്കി. നമ്മൾ അമ്മ അല്ലെങ്കിൽ ചേച്ചി വരും. അവൾ അല്ലെങ്കിൽ ഞാൻ വരാം. വഹ് യാ മേ ആവൂങ്കി, വഹ് യാ മേ ആവൂങ്കി, അവൾ അല്ലെങ്കിൽ ഞാൻ വരാം. പ്രിയ അല്ലെങ്കിൽ ദിവ്യ വായിക്കും. പ്രിയ യാ ദിവ്യ പഠേഗി, പ്രിയ യാ ദിവ്യ പഠേഗി. പ്രിയോ അല്ലെങ്കിൽ ദിവ്യോ വായിക്കും. അപ്പോൾ ഈ 4 രീതിയിൽ അല്ലെങ്കിൽ ഓർ എന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.